ദേവദാസ് എന്ന് പറഞ്ഞ നോവലിന്റെ ഏറ്റവും അടിപൊളി അഡാപ്റ്റേഷൻ. मोमो सर्व करके जिंदा है एक हलचल सी महसूस कर ले. ദേവദാസ് എന്ന് പറഞ്ഞ നോവലിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. സഞ്ജയ് ലീല ബൻസാലി ഡയറക്ട് ചെയ്തിട്ട് ഷാരൂഖ് ഖാൻ അഭിനയിച്ച ദേവദാസ്, അരുൺ മാധേശ്വരൻ ഡയറക്ട് ചെയ്തിട്ട് ലോകേഷ് അഭിനയിച്ച DC, അങ്ങനെ കുറെ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ദേവദാസ് എന്ന് പറഞ്ഞ നോവലിന് അതിന്റെ ക്യാരക്ടേഴ്സിന് അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്ത ഒരു പടമാണ് 2009 അനുരാഗ് കശ്യപ് ഡയറക്ട് ചെയ്ത ദേവ്ടി. ദേവദാസും പാർവതി ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ് ആണ്. പിന്നീട് ദേവദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ലണ്ടനിൽ പഠിക്കാൻ പോകുന്നതും തിരിച്ചു വന്നിട്ട് ഈ പാർവതി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ മീറ്റ് ചെയ്യുന്നതും പിന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നു, ചന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയാണ് ഈ ദേവദാസായിട്ട് മീറ്റ് ചെയ്യുന്നത്. DC നമ്മൾ കണ്ടിട്ടുള്ള ദേവദാസ്, ചന്ദ്ര, പാർവതി, ഈ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ വേറൊരു ഡയമെൻഷനാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ക്രീൻ പ്ലേ, അതേപോലെ തന്നെ സിനിമാറ്റോഗ്രഫിയാണ്. നോൺ ലീനിയർ നരേഷനാണ് ഈ പടത്തിനുള്ളത്. വിക്രമാദിത്യ മോട്ട്വാനി, അനുരാഗ് കശ്യപ് ഇതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. രാജീവ് രവിയാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുണ്ട്, പക്ഷെ അതേസമയം സിനിമാറ്റിക്കുമാണ്. അരുൺ മാധേശ്വരന്റെ DC നമ്മൾ കണ്ടത് ദേവദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ഗാങ്സ്റ്റർ വേൾഡാണ് കണ്ടത്. അതേപോലെ തന്നെ വാമികയുടെ ക്യാരക്ടറിന്, ലോകേഷിന്റെ ക്യാരക്ടറിന് ബോണി ആൻഡ് ക്ലൈഡിന്റെ റെഫറൻസ് വെച്ചിട്ടാണ് ആ പടം എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ അവരുടെ ഓരോ ഇമോഷൻസും, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരെങ്ങനെയാണ് ഒരു സർക്കംസ്റ്റൻസിൽ എത്തിയത് എന്നൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. DC നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദേവദാസിന്റെ വേറെ ഇന്റർപ്രിട്ടേഷൻ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഈ പടം കണ്ടു നോക്കുക. യൂട്യൂബിൽ ഫുൾ മൂവി അവൈലബിൾ ആണ്. ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.